ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷഹറൂബ ഷെമി. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് വളരെ വ്യത്യസ്തമായൊരു ഡ്രിങ്ക്സ് റെസിപ്പിയുമായിട്ടാണ്. ഓറഞ്ച് വെച്ച് ഒരു അടിപൊളി ഡ്രിങ്ക്സ്. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക്സാണിത്. അതുപോലെ നമ്മൾ ക്ഷീണിച്ചൊക്കെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്ക്സാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് പഞ്ചസാര പാനി ഉണ്ടാക്കണം. ഇതിന് വേണ്ടി 1/4 കപ്പ് വെള്ളം ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായി തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പഞ്ചസാര പാനി ഇപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. നല്ല തണുത്തതിന് ശേഷം വേണം ഇത് യൂസ് ചെയ്യാൻ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബേസിൽ സീഡ്സ് ആണ്, സബ്ജ സീഡ്സ്, നമ്മളിവിടെ കസ്കസ് എന്ന് പറയും. അപ്പോൾ ബേസിൽ സീഡ്സ് 1 ടേബിൾ സ്പൂൺ ഞാനിവിടെ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് സോക്കാക്കാൻ വേണ്ടി വെക്കണം. ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ബേസിൽ സീഡ്സ് ഇവിടെ സോക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. അറബിയിൽ ഇതിന് ബുർദുഗാൽ എന്ന് പറയും. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലെ കുരുവെല്ലാം കളയണം. പിന്നെ ഇത് വെച്ചിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഡ്രിങ്ക്സ് ഒരു പ്രാവശ്യം നമ്മൾ കുടിച്ചാൽ പിന്നെ നമ്മൾ തീർച്ചയായും പിന്നെയും ഉണ്ടാക്കി കുടിക്കും. അത്രയ്ക്കും ടേസ്റ്റായൊരു ഡ്രിങ്ക്സാണിത്. നല്ല ടേസ്റ്റിയായ ഡ്രിങ്ക്സ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പം ഞാനിപ്പോൾ ഇതിലെ കുരുവെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലെ ജ്യൂസ് എടുക്കണം. അപ്പോൾ മിക്സിയിലിട്ട് അടിക്കൊന്നും വേണ്ട, നമ്മൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് വലിയൊരു ഗ്ലാസ് ഡ്രിങ്ക്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനിയിപ്പോൾ ചെറിയ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് 2 ഗ്ലാസ് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിലെ ജ്യൂസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് വെച്ച് എങ്ങനെയാണ് ഈ അടിപൊളി ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി വലിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര പാനി ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാനി ഇപ്പോൾ നല്ലവണ്ണം ഇവിടെ തണുത്തിട്ടുണ്ട്, ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഈ ഓറഞ്ചിന് പുളി കുറവാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേസിൽ സീഡ്സ് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ബേസിൽ സീഡ്സ് ആണ്. ഇതിപ്പോൾ ഒത്തിരി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പുതിനയിലയാണ്. അപ്പോൾ ഞാൻ ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പുതിനയില. ഇനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസാണ് നമുക്കിപ്പോൾ ഇവിടെ ആഡ് ചെയ്യേണ്ടത്. പിന്നെ പുതിനയില ചേർക്കുമ്പോൾ ക്രഷ് ചെയ്തിട്ടാലും മതി. ഞാനിപ്പോൾ ചെറുതായി ചോപ്പ് ചെയ്താണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പഞ്ചസാര പാനി ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഗ്ലാസ്സിൽ ലെയറായി സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം ലാസ്റ്റ് മുകളിലേക്ക് പൊങ്ങി വരും. ലെയറായിട്ടൊന്നുമല്ല കിടക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ബേസിൽ സീഡ്സ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം. ഒരു 3-4 ഐസ് ക്യൂബാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് സോഡ വാട്ടർ ചേർത്ത് കൊടുക്കണം. ഇതിപ്പോൾ ഫ്രഷ് ആയിട്ട് പൊട്ടിച്ച് ഒഴിക്കുകയാണെങ്കിൽ നല്ല പതയോടുകൂടി നിൽക്കും. ഞാനിപ്പോൾ ഇത് പൊട്ടിച്ച് വെച്ച സോഡ ആയതുകൊണ്ട് പത വന്നിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കണം. അതാണ് നമ്മുടെ ഡ്രിങ്ക്സിനെ വെറൈറ്റി ആക്കുന്നത്. സോഡയുടെ മുകളിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ അത് നന്നായി പതഞ്ഞു വരും. പക്ഷേ എൻ്റെ സോഡ ഇപ്പോൾ ഞാൻ നേരത്തെ പൊട്ടിച്ച് വെച്ചത് കൊണ്ട് അങ്ങനെ വന്നില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഫ്രഷ് സോഡ തന്നെ എടുക്കുക. അപ്പോൾ ഈ ഡ്രിങ്ക്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാം. പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ശരി, നമുക്കിനി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.